ഹലോ എവ്രി വൺ, ദിസ് ഇസ് ഗായത്രി ശങ്കർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ യു വുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ കേരള സെറ്റിന്റെ പേപ്പർ വണ്ണിന്റെ സിലബസ് ബേസ്ഡ് ഡീറ്റെയിൽ വീഡിയോസ് ഇട്ട് വരികയായിരുന്നു. സോ ദാറ്റ് സീരീസ് ഇസ് ഡൺ. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി ആ വീഡിയോസ് കാണുക. ദാറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ ഇൻ ഹെൽപ്പിംഗ് യു ടു അറ്റൻഡ് യുവർ എക്സാം വെൽ. ഇപ്പം നമ്മൾ ആ സീരീസിന്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ പ്ലേലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി ആർ ഡൂയിങ് PYQ സീരീസ്. ഇന്ന് നമ്മൾ വീഡിയോ നമ്പർ 6 ആണ്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. So first question, select the odd one out from the given list of Tripitakas. So Tripitaka എന്താണ് എന്ന് മനസ്സിലാക്കുക. ജൈനിസം എന്നുള്ള ഫിലോസഫിയിൽ 3 ബാസ്ക്കറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ 3 ബാസ്ക്കറ്റ് കോൺസെപ്റ്റിനകത്ത് 3 കാര്യങ്ങളാണ് അവര് എടുത്തു പറയുന്നത്. അതിൽ ഒന്നാണ് സൂതപിത്തക, അടുത്തത് വിനയപിത്തക, ആൻഡ് ലാസ്റ്റ് വൺ അഭിധാമ പിത്തക. ഈ 3 പിത്തകാസ് ആണ്, 3 കാര്യങ്ങളാണ് ഈ 3 ബാസ്ക്കറ്റ് കോൺസെപ്റ്റിനകത്ത് വരുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല. ശരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് വളരെ റയർലി ആണ് സെറ്റിന് കണ്ടുവരുന്നെങ്കിലും ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് കൈൻഡ്ലി നോട്ട് ദിസ്. അപ്പൊ ത്രിപിത്തക കോൺസെപ്റ്റ് വരുന്നത് ജൈനിസത്തിനകത്താണ്. ഇറ്റ് മീൻസ് 3 ബാസ്ക്കറ്റ് കോൺസെപ്റ്റ്. ആ 3 ബാസ്ക്കറ്റിനകത്ത് വരുന്ന 3 കാര്യങ്ങളാണ് സൂതപിത്തക, വിനയപിത്തക ആൻഡ് അഭിധാമ പിത്തക. സോ ഇവിടുത്തെ ആൻസർ ഓഡ് വൺ ഔട്ട് ഏതായിരിക്കും? ശ്രവണ പിത്തകയാണ്. ശ്രവണ പിത്തക എന്ന് പറഞ്ഞൊരു പിത്തക ഇല്ല. നെക്സ്റ്റ് വൺ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് മെൻഷൻഡ് ഇൻ NEP 2020. എത്ര ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് NEP 2020 മെൻഷൻ ചെയ്തിരിക്കുന്നത്? സോ ആൻസർ ഇസ് 5. National Education Policy has 5 principles, which are access, equity, quality, affordability, and accountability. Next one, kids learn to link their actions with consequences. They are allowed to experience the consequences of their behavior. കുട്ടികൾ അവരവരുടെ ആക്ഷൻസിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലാകുന്നത് എന്നുള്ള ഒരു ഐഡിയ ഈ താഴെ പറയുന്നവയിൽ ഏത് ഫിലോസഫി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? വളരെ സിമ്പിൾ ആണ്. ഫിലോസഫീസ് നമ്മൾ കവർ ചെയ്ത ഏരിയ ആണ്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വരിക. സോ ആൻസർ ഇസ് നാച്ചുറലിസം. നാച്ചുറലിസം എന്ന് പറയുന്നത് കുട്ടിയുടെ രീതിക്ക് വിടുക. അവരുടെ തന്നെ ലേണിംഗ് ത്രൂ ദെയർ നാച്ചുറൽ കോൺസിക്വൻസസ്, അവർ ചെയ്യുന്ന ആക്ഷൻസിന്റെ നാച്ചുറൽ കോൺസിക്വൻസസ് അവർ തന്നെ അനുഭവിക്കുമ്പോൾ ഓരോ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിലും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് കുട്ടി പഠിക്കുന്നു എന്നുള്ള ഒരു ഫിലോസഫി മുമ്പോട്ട് വയ്ക്കുന്ന ഏരിയ ആണ് നാച്ചുറലിസം. നെക്സ്റ്റ് വൺ, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വെയർ every individual is in a religiously diverse society has the right, freedom and safety to worship according to their conscience is known as religious dash. സോ നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് റിലീജിയൻസ് ഉണ്ട്. ജെയിൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ഇവരെല്ലാവരും ഉണ്ടെങ്കിലും പരസ്പരം ഒരു റെസ്പെക്റ്റോടു കൂടിയും അവരവരുടെ ഇഷ്ടമുള്ള റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനുമായിട്ടുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ വാട്ട് ഇസ് ദാറ്റ് കോൾഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ് റിലീജിയസ് പ്ലൂറലിസം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റിലീജിയസ് പ്ലൂറലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെച്ചത് ആരാണ്? സോ ദാറ്റ് ഇസ് നൺ അനദർ ദാൻ S. രാധാകൃഷ്ണൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. വി നോ ഹു ഡോക്ടർ രാധാകൃഷ്ണൻ ഇസ്. നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ കമ്മീഷനായ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഇയർ ഒന്ന് ഇടുക കേട്ടോ. ഇയർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ S. രാധാകൃഷ്ണനാണ് റിലീജിയസ് പ്ലൂറലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത്. അവനവൻ ജീവിക്കുന്ന അവനവന്റെ സൊസൈറ്റിയിൽ ഏതൊരു റിലീജിയൻ വേണോ സേഫ് ആൻഡ് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിനെയാണ് റിലീജിയസ് പ്ലൂറലിസം എന്ന് പറയുന്നത്. അടുത്തത്, സ്ലേവറി ഇസ് എ ഫോം ഓഫ് സോഷ്യൽ ഡാഷ്. സ്ലേവറി നമുക്കറിയാം, അടിമത്വം. അടിമത്വം എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സന്റെ എൻറ്റയർ റൈറ്റ്സിനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് വി ആർ മേക്കിംഗ് ദം ടു ബി ഇൻ ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ദി സോഷ്യൽ സ്ട്രാറ്റ. ഇപ്പോൾ ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിലായിരിക്കും സ്ലേവ്സിനെ വെക്കുന്നത്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സ്ലേവറി ഇസ് എ റിജിഡ് ഫോം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അടുത്തത്, ചൂസ് ദ ബിഹേവിയർ കമ്പോണന്റ് ഇൻക്ലൂഡിങ് ഇൻ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻസ്. സ്റ്റിമുലസ് വേരിയേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ BEdന്റെ സമയത്ത് മൈക്രോ ടീച്ചിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ നമ്മൾ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ക്ലാസ് ഇങ്ങനെ മോണോട്ടണസ് ആയിട്ട് പോവാതിരിക്കാൻ
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആക്ടിവിറ്റീസ് കൊടുക്കും, ചിലപ്പോൾ നമ്മുടെ വോയിസ് റേസ് ചെയ്യാൻ താത്തുകയൊക്കെ ചെയ്യും. അറ്റൻഷൻ കൊടുക്കേണ്ടടുത്ത് കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി ആ ഒരു കാര്യം പറയുമ്പോൾ കുറെ കൂടെ വോയിസ് കൂട്ടി പറയുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അപ്പൊ അതിനെയാണ് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റിമുലസ് വേരിയേഷൻ ഈ പറയുന്നവയിൽ ഏത് കമ്പോണന്റിനെയാണ് കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോക്കസിങ് ആണ്. നമ്മളിപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാക്കിൽ വോയിസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കും ആൻഡ് ലേണിംഗ് ബിക്കംസ് മോർ ആക്റ്റീവ്. നിങ്ങൾ കുറച്ചുകൂടെ അറ്റൻഷൻ കൊടുക്കും. അതിനെയാണ് ഫോക്കസിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഇൻ ബിഹേവിയർ കമ്പോണന്റ് ഇൻ സ്റ്റിമുലസ് വേരിയേഷൻ. അടുത്തത് NMEICT സ്റ്റാൻഡ്സ് ഫോർ, ഇതൊരു ഫുൾ ഫോം ക്വസ്റ്റൻ ആണ്. സോ നാഷണൽ മിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ICT, ഇ ലേണിംഗ്, ഇ ഗവേണൻസ്, എംപ്ലോയ്മെന്റ്, അത് മാത്രം മാറി വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സോ വെരി സിമ്പിൾ, NMEICT, നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT. ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ് ഫുൾ ഫോംസ് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പ്ലീസ് കൈൻഡ്ലി ഗോ ആൻഡ് സീ ദാറ്റ്. Next one, section of IT Act which deals with punishment of online abuse of children. So ഓൺലൈനിൽ ചൈൽഡ് പോൺ ഇടുകയോ അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ IT ആക്ടിന്റെ ഏത് സെക്ഷനാണ് ഇതുമായിട്ട് ഡീൽ ചെയ്യുന്നത്? നമ്മളിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. IT ആക്ടിനെ സംബന്ധിച്ച് 2001 IT ആക്ട് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ അതിനെ അമെൻഡ് ചെയ്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് 2008 ഓരോ 2 ആക്ടിന്റെ സമയത്തും ഉള്ള മേജർ ആക്ട് സെക്ഷൻസ് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽ ക്ലാസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ സെക്ഷൻ 67B ആണ്. ചൈൽഡ് പോണോ ചൈൽഡ് അബ്യൂസിനെ ബേസ് ചെയ്ത് എന്തൊരു കണ്ടന്റ് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്താലും സെക്ഷൻ 67B പ്രകാരം നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. Next one, classification that are commonly utilized in a way of describing different kind of learning behaviors and characteristics that we wish our students to develop is termed as. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ നമുക്കറിയാം, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഡൊമൈനാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. അതുപോലെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഡൊമൈനാണ് അഫക്റ്റീവ് ഡൊമൈൻ. അതുപോലെ മറ്റൊരു ഡൊമൈനാണ് സൈക്കോമോട്ടർ ഡൊമൈൻ. ഈ 3 ഡൊമൈൻസും ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഓരോ ഡൊമൈനിലും ഓരോ ലേണിംഗ് ബിഹേവിയർ ഉണ്ട്, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വി ഹാവ് ബീൻ യൂസിങ് എഡ്യൂക്കേഷണൽ ടാക്സോണമി ആസ് ഫോർ ഡിസ്ക്രൈബിങ് ലേണിംഗ് ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ നമുക്ക് ബ്ലൂമിന്റെ ടാക്സോണമി അറിയാം. ബ്ലൂമിന്റെ ടാക്സോണമി കോഗ്നിറ്റീവ് ഡൊമൈന് വേണ്ടിയിട്ടുള്ള ടാക്സോണമിയാണ്. അതുപോലെ അഫക്റ്റീവിനും സൈക്കോമോട്ടോറിനും 2 ടാക്സോണമീസ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അഫക്റ്റീവ് ഡൊമൈൻ്റെയും സൈക്കോമോട്ടോർ ഡൊമൈൻ്റെയും ടാക്സോണമി പ്രപ്പോസ് ചെയ്ത ആൾക്കാരുടെ പേര് എഴുതുക. അതിനകത്തുള്ള എന്താണ് കമ്പോണൻസ് ഏതാണെന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. Next one, the purpose of lesson plan is. Lesson plan എന്തിനാണ് ചെയ്യുന്നത്? To prepare all that the teacher wants to teach in one class, to enumerate teaching strategies to be adopted, to make detailed plan about reviewing questions, to set the objectives of teaching a lesson in the class. നമുക്കറിയാം, നമ്മളൊരു ലെസൺ പ്ലാൻ BEdന് എഴുതുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ? നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതിലെ കണ്ടന്റ് ഉണ്ട്, അതുപോലെ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞ ഈ 3 കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം ആൻസർ ഇസ് ഓബ്വിയസ്ലി ടു ഓൾ ദാറ്റ് ദ ടീച്ചർ വാണ്ട്സ് ടു ടീച്ച് ഇൻ എ ക്ലാസ്. അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് വരും, സ്ട്രാറ്റജീസ് വരും, മെറ്റീരിയൽസ് വരും, അതുപോലെ ആക്ടിവിറ്റീസ് വരും, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. ലെസൺ ഔട്ട്കംസും എല്ലാം അതിനകത്ത് എഴുതിയിരിക്കും. സോ ടു പ്രിപ്പയർ ഓൾ ദ ടീച്ചർ വാണ്ട്സ് ടു ടീച്ച് ഇൻ വൺ ക്ലാസ്സിനെയാണ് നമ്മൾ പർപ്പസ് ഓഫ് ലെസൺ പ്ലാൻ ആയിട്ട് പറയുന്നത്. The main purpose of maintaining a human climate. This is actually a new word, but simple കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ പഠിപ്പിക്കുന്നതിന് വെറുതെ പഠിക്കുക എന്നുള്ള ഒരു മാനത്തിനപ്പുറം നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടി സോഷ്യലി വെൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുക എന്നുള്ള, സോഷ്യലി വെൽ അഡ്ജസ്റ്റഡ് പേഴ്സൺ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് കുട്ടി മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുട്ടിയിൽ നമ്മളൊരു ഇമോഷണൽ ഇന്റലിജൻസും ഒരു സോഷ്യൽ ഇന്റലിജൻസും അതുപോലെ എന്താണ് കോഗ്നിറ്റീവ് ഇന്റലിജൻസും എല്ലാം
ഉള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം ക്ലൈമറ്റും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ടീച്ചർ കുട്ടിയോട് ബിഹേവ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടായിരിക്കണം, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർ ഹ്യൂമൻ ക്ലൈമറ്റ് ആ ക്ലാസ്സിലുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. സോ എന്തിനാണ് നമ്മൾ ഹ്യൂമൻ ക്ലൈമറ്റ്, മെയിൻ പേർപ്പസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് ടു ഡെവലപ്പ് ദി ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് ദി സ്റ്റുഡൻറ്. കുട്ടിക്ക് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമൻ ക്ലൈമറ്റ് ക്ലാസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Next one, the development proceeds from head to toe. Principle that followed here is, ഞാൻ സൈക്കോളജിയുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട്. സെലഫോക്ലോഡലും പ്രോക്സിമോഡെസിമലും രണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. സെലഫോക്ലോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡ് ടു ടോ ആണ് വളരുന്നതെന്നാണ് ആ കോൺസെപ്റ്റ് പറയുന്നത്. നമ്മുടെ ഡെവലപ്മെന്റ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതേസമയം പ്രോക്സിമോഡെസിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ടിൽ നിന്നും തുടങ്ങി എക്സ്റ്റേണൽ ഓർഗൻസിലോട്ടാണ്, അതായത് ഇന്റേണൽ ഓർഗൻസ് വളർന്ന് ആണ് പിന്നെ എക്സ്റ്റേണൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് പ്രോക്സിമോഡെസിമൽ. സോ ഹിയർ ആൻസർ ഇസ് സെലഫോക്ലോഡൽ. Next one, Raju is a 10th standard student. He is always showing very risky behavior. Commonly, this characteristics of Raju is mainly due to പലപ്പോഴും റിസ്കി ബിഹേവിയർ കാണിക്കുന്നത് ഒരു അപ്രൂവൽ സീക്കിംഗ് ബിഹേവിയർ ആണ്. അതായത് ചുറ്റുമുള്ള ഫ്രണ്ട്സിനെ ഞാൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്തിരി എന്താണ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ മീൻസ് കിട്ടേണ്ട ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഒരു ടീനേജർ അല്ലെങ്കിൽ അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികൾ റിസ്കി ബിഹേവിയർ കാണിക്കുന്നത്. ലേറ്റർ ചൈൽഡ്ഹുഡ് ഇസ് നോൺ ആസ് ഡാഷ് ഏജ്. ലേറ്റർ ചൈൽഡ്ഹുഡിനെ നമ്മൾ ടോയ് ഏജ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഇൻഫൻസി പീരീഡ് കഴിഞ്ഞ് നമ്മൾ ചൈൽഡ്ഹുഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സിന്റെ ഒരു വലിയ മേജർ കാര്യമാണ് കുട്ടി ടോയ്സും അതുപോലെ പ്ലേ മെത്തേഡിലും നന്നായി എൻജോയ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ള കാര്യം. നെക്സ്റ്റ് വൺ, മോളാർ അപ്രോച്ച്. ഇതും ഒരു പുതിയ ക്വസ്റ്റൻ ആയിരിക്കും. മോളാർ അപ്രോച്ച് ഇസ് റിലേറ്റഡ് ടു വിച്ച് സ്കൂൾ ഓഫ് സൈക്കോളജി? അപ്പോൾ നമുക്ക് ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി അറിയാമല്ലേ. നമ്മൾ ഹോൾ ആൻഡ് പാർട്സിനെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. നമ്മളൊരു കാര്യങ്ങൾ പാർട്സ് ആയിട്ട് പഠിക്കുന്നതിന് മുമ്പേ അതിനെ ഹോൾ ആയിട്ട് മനസ്സിലാക്കണം എന്നാണ് നമ്മുടെ ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി പറയുന്നത്. ആ കോൺസെപ്റ്റിനെ വിളിക്കുന്ന അപ്രോച്ച്, ആ അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് മോളാർ അപ്രോച്ച്. സോ മോളാർ അപ്രോച്ച് ഇസ് നത്തിങ് ബട്ട് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ഇൻ ഹോൾ റാദർ ദാൻ ബ്രേക്കിംഗ് ഇറ്റ് ഇൻ ടു പാർട്സ്. ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറയുന്ന ടെക്നീക്ക് ഈ പറയുന്നവയിൽ എന്തിനെ ഫോസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നു? ഇന്റലിജൻസ് ആണോ, പേഴ്സണാലിറ്റി ആണോ, ഇമോഷണൽ ഇന്റലിജൻസ് ആണോ, ക്രിയേറ്റിവിറ്റി ആണോ? സോ ആൻസർ ഇസ് ക്രിയേറ്റിവിറ്റി. റഗ് ആൻഡ് ഷൂമേക്കർ എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്നുള്ള ടെക്നീക്ക് കൊണ്ടുവരുന്നത്. സോ അത് ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. പെർമിസീവ് കൗൺസിലിംഗ് പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്, അത് ആരാണ് മുമ്പോട്ട് വെച്ചത്? അപ്പോൾ പ്ലീസ് കമന്റ് ബിലോ. ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആരാണ് മുമ്പോട്ട് വെച്ചത്? നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആരാണ് മുമ്പോട്ട് വെച്ചത്? ഈ ഡയറക്റ്റീവിന്റെയും നോൺ ഡയറക്റ്റീവിന്റെയും നല്ല എലമെന്റ്സ് എടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ പെർമിസീവ് കൗൺസിലിംഗ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ കാൾ റോജേഴ്സ് മുമ്പോട്ട് വെച്ച നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണ്. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ ആർക്കാണ് കൂടുതൽ ഫ്രീഡം? ക്ലയന്റിനാണ് കൂടുതൽ ഫ്രീഡം റാദർ ദാൻ ദ കൗൺസിലർ. നെക്സ്റ്റ് വൺ, a 14-year-old boy who runs away from school habitually without permission is named as. ഒരു കുട്ടി സ്ഥിരമായി സ്കൂളിൽ നിന്നും ബങ്ക് ചെയ്ത് പോവുകയാണ് ആരോടും പെർമിഷൻ ചോദിക്കാതെ. ദെൻ വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? ഡ്രോപ്പ് ഔട്ട്, ട്രൂവൻസ്, ജുവനൈൽ ഡെലിക്വൻസ്, സോഷ്യലി ഡിസഡ്വാൻറ്റേജ്. സോ ഇതിന്റെ ആൻസർ ട്രൂവൻറ് ആണ്. ട്രൂവൻസി എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. ആ കുട്ടിക്ക് ക്ലാസ് ബങ്ക് ചെയ്ത് പോകുന്നത് ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. ഇപ്പം അൺഓതറൈസ്ഡ് ആയിട്ടാണ് പോകുന്നത്, ആരോടും പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടായിരിക്കില്ല കുട്ടി പോകുന്നത്. കുട്ടി ഒരു പെർട്ടിക്കുലർ വാലിഡ് റീസൺ ഇല്ലാതെ സ്കൂളിൽ നിന്നും ബങ്ക് ചെയ്ത് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതിനെ ട്രൂവൻസി എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് ഫേവറബിൾ ഫാക്ടർ ഇൻ സെലക്ടിങ് എ ടീച്ചിങ് പ്രൊഫഷൻ ഇസ്. ഒരു ടീച്ചിങ് പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും ഫേവറബിൾ ഫാക്ടർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്. നമ്മളൊന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിലെ ഏറ്റവും ബെസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു ആൻസർ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. സോ ഗുഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻകം, ഒബ്വിയസ്ലി നോട്ട്. മിനിമം വർക്ക് ആങ്സൈറ്റി, അതും ആയിരിക്കില്ല. ഓപ്പർച്യൂണിറ്റി ഫോർ ഡൂയിങ് socially useful work, obviously teaching is the best social useful work that can be done. Maximum job satisfaction due to less mental pressure, ഒരിക്കലും അല്ല. So answer is opportunity for doing socially useful work. Next one, select the correct one according to Skinner.
സ്കിന്നറിന്റെ തിയറിയെ ബേസ് ചെയ്ത് ഈ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ പണിഷ്മെന്റ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് അത് സെയിം തെറ്റാണ്. ഞാൻ 2-3 പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. പണിഷ്മെന്റും റീഇൻഫോഴ്സ്മെന്റും സെയിം അല്ല. നെക്സ്റ്റ് വൺ, ബിഹേവിയർ കാൺ ബി മോഡിഫൈഡ്. ആര് പറഞ്ഞു നമുക്ക് ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ പറ്റും? ലേണിംഗ് ഇസ് മോഡിഫൈങ് ഓഫ് ബിഹേവിയർ. അടുത്തത്, ബിഹേവിയർ ഇസ് ഇന്നേറ്റ്. അല്ല, ബിഹേവിയറിനെ നമുക്ക് സ്കിന്നറിനെ സംബന്ധിച്ച് ബിഹേവിയർ ഇന്നേറ്റ് അല്ല, നമുക്ക് സ്റ്റിമുലസും റെസ്പോൺസും വെച്ച് മാറ്റാൻ കഴിയുന്ന ഒരു സാധനമാണ്. അപ്പം സോ ആൻസർ ഇസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ക്യാൻ സ്ട്രെങ്തൻ ബിഹേവിയർ. പലപ്പോഴും ആൾക്കാർ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് ആണെന്ന് വിചാരിക്കും. അല്ല, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഇസ് നോട്ട് പണിഷ്മെന്റ്. പകരം നമ്മൾ കുട്ടിക്ക് കുട്ടിക്ക് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ ആ ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും എടുത്ത് മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടി മോശമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പഠിത്തം ഡിക്ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ ആ കുട്ടിയെ ഫ്രണ്ട് ബെഞ്ചിലോട്ട് വിളിച്ചിരുത്തുകയാണ്. സച്ച് ദാറ്റ് ആ ബാക്ക് ബെഞ്ചിലുള്ള കമ്പനി മാറും. ആ കമ്പനി നമ്മൾ ഇല്ലാതാക്കി ആ കുട്ടിയെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ചുറ്റും ഉണ്ടായിരുന്ന കുറെ എൻവയോൺമെന്റൽ എലമെന്റ്സ് നമ്മൾ മാറ്റിക്കളയാണ്. സച്ച് ദാറ്റ് ആ കുട്ടിയുടെ പഠിത്തം എന്നുള്ള ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ള ആസ്പെക്റ്റിൽ. നെക്സ്റ്റ് വൺ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? സോ ഫാദർ ഇസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇസ് ഓവിഡ് ഡർക്കോളി. So he is considered the father of education, inclusive education, because of his emphasis on integrating children with diverse needs into mainstream classrooms. Next one, select the most suitable technique to deal with dyscalculia. Dyscalculia നമുക്കറിയാം ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. നമുക്ക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. സോ ഒക്യുപേഷണൽ തെറാപ്പി, മൾട്ടി സെൻസറി ലാംഗ്വേജ് അപ്രോച്ച്, ഇൻഡക്റ്റീവ് അപ്രോച്ച്, പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രാം. സോ ആൻസർ ഇസ് പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രാം. നമ്മൾ ഫ്രണ്ട്സിനെയും കൂടെ എന്ത് ചെയ്യുക, കുട്ടിയെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുക. നമ്മൾ വിഷ്വൽ ആയിട്ടുള്ള എയ്ഡ്സ് കൊടുക്കുക കുട്ടിക്ക്. കോൺക്രീറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ, 1+1 എന്ന് പറയുമ്പോൾ 2 മുട്ടായി ചേർത്ത് വെച്ച് അത് 1+1 2 2 മുട്ടായി ആയി എന്നുള്ള ഒരു കോൺക്രീറ്റ് റെപ്രസെന്റേഷൻ കൊടുത്തു പോയി കഴിഞ്ഞാൽ ഡിസ്കാൽക്കുലിയ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ദൂരദർശൻ എഡ്യൂക്കേഷണൽ ചാനൽ. ഈ പറയുന്നവയിൽ ഏതാണ് ദൂരദർശന്റെ എഡ്യൂക്കേഷണൽ ചാനൽ? സോ ആൻസർ ഇസ് ഗ്യാൻ ദർശൻ. ഗ്യാൻ ദർശൻ ആണ് ദൂരദർശന്റെ എഡ്യൂക്കേഷണൽ ചാനൽ. അടുത്തത്, select the first dedicated educational satellite that provide country with satellite based on two-way communication for classroom delivering educational materials. ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് GSAT-3 ആണ്. അതിനെ നമ്മൾ EduSat എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സാറ്റലൈറ്റ് ദാറ്റ് വാസ് ഡെഡിക്കേറ്റഡ്. ഇപ്പൊ കറന്റ്ലി നമ്മൾ GSAT-15 ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. GSAT-3 ആയിരുന്നു ആദ്യത്തത്. വേർഡ് പ്രസ് എന്താണ്? ജേർണൽ സൈറ്റ് ആണോ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണോ, ടെക്സ്റ്റ് ബുക്ക് സൈറ്റ് ആണോ, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണോ? ആൻസർ ഇറ്റ് ഇസ് എ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. നമുക്ക് ബ്ലോഗ്സും വെബ്സൈറ്റ്സും ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വേർഡ് പ്രസ്. നെക്സ്റ്റ്, സ്പിരിച്വൽ പ്രാക്ടീസ് ഓഫ് ഇന്റേണൽ യോഗ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇന്റേണൽ യോഗ ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ക്ലാസ് പറഞ്ഞു. ഇന്റേണൽ യോഗ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അരബിന്ദോ. ശ്രീ അരബിന്ദോ ആണ് ഇന്റേണൽ യോഗ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത്. നെക്സ്റ്റ് വൺ, പെഡഗോഗി ദാറ്റ് എൻകറേജസ് ടു ക്വസ്റ്റ്യൻ ഇൻഇക്വാളിറ്റി. ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നു ഞാൻ 5 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത 5ൽ ഞാൻ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ പെഡഗോഗി ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരാറേ ഇല്ല. നമ്മളെപ്പോൾ പവർ സ്ട്രക്ചേഴ്സിനെയോ ഇൻഇക്വാളിറ്റീസിനെയോ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കുട്ടിയെ പെഡഗോഗി യൂസ് ചെയ്യുമ്പോഴും വി ആർ യൂസിങ് ക്രിട്ടിക്കൽ പെഡഗോഗി. ക്രിട്ടിക്കൽ പെഡഗോഗി ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്ത പോൾ ഫ്രെയർ ആണ്. പക്ഷെ ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന ടേം കോയിൻ ചെയ്തത് ആരാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ ഞാൻ 2-3 പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞു. അതുപോലെ ക്രിട്ടിക്കൽ പെഡഗോഗി നമ്മുടെ ഏത് കരിക്കുലർ ഫ്രെയിംവർക്കിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് എന്നും താഴെ കമന്റ് ചെയ്യാം. Next one, the right associated with intangible assets owned by a person or company and protected against use without consent. നമുക്കിപ്പം ഞാനിപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അത് മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് കോൾഡ് IPR. IPR എന്ന് പറയുമ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. അതിനകത്ത് 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ട്രേഡ് സീക്രട്ട് ആണ്. അതല്ലാതെ വരുന്നത് കോപ്പിറൈറ്റ്സ് വരാറുണ്ട്. ബാക്കിയുള്ള 2 നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.
Next, members of the society start deviating from the true values that are practiced results in value. So members of the society start deviating from the values. Already society existing ആയിട്ടുള്ള വാല്യൂസിൽ നിന്നും അവിടെയുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന വാല്യൂസിൽ ചേഞ്ച് വരികയാണെങ്കിൽ, ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? നമ്മളതിനെ വാല്യൂ ക്രൈസിസ് എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. അടുത്തത്, lack of denial of resources, rights, goods and services, and the inability to participate in normal relationships and activities available to the majority of people in the society is experiencing societal dash. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിനൈ ചെയ്യപ്പെടുകയാണെങ്കിൽ, സൊസൈറ്റിയിലെ ബാക്കിയുള്ള എല്ലാവരും എക്സസൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിനൈ ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വി ആർ ആക്ച്വലി ബീങ് സോഷ്യലി എക്സ്ക്ലൂഡഡ്. സോ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ചില ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനെ നമ്മൾ എന്ത് ചെയ്യും? സൊസൈറ്റിയിലുള്ള ബാക്കി റൈറ്റ്സിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നതിനാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. സോ താങ്ക് യു, ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ് ഫോർ ടുഡേ. സോ സ്റ്റേ ട്യൂൺഡ്, ഇനിയുണ്ട് വീഡിയോസ് വരാൻ. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സോ കീപ് വാച്ചിങ് ലേൺ വിത്ത് ഗായത്രി. ദിസ് ഇസ് മൈ ഇമെയിൽ ID. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യുക. So that's it. Live, laugh, and keep learning with me, Gayatri Shankar, here on YouTube, and it's absolutely free. Thank you. Bye.